എങ്ങോട്ടാ ഇത്ര അർജന്റായിട്ട് നീ പോകുന്നത്? അച്ഛനൊന്ന് കാണണം. എന്തിന്? നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഇന്ന് ഞാൻ പൊളിക്കും. കൊള്ളാം. ഇത്രയും കാലം നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചത് എന്റെ ദയാണെന്ന് നീ മറക്കരുത്. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തെറിഞ്ഞു കളയാൻ എല്ലാ തെളിവുകളും ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, സത്യം എല്ലാവരും അറിയണം. നീ കാരണം ഈ വീട്ടിൽ നിന്ന് പുറത്താവാൻ പോകുന്നതേ ഈ വീടിന്റെ ഐശ്വര്യമായ അർച്ചനടുത്തിയാണ്. അല്ല, എന്നു മുതലാ അവള് നിന്റെ ഐശ്വര്യത്തിന്റെ നിലവിളക്കായിട്ട് മാറിയത്? സ്നേഹയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അർച്ചനെ കൊല്ലാൻ എന്റെ കൂടെ നിന്നവനാ നീ. അതുപോലെ പലതിനും. അതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി ഞാൻ പുറത്തെടുത്ത് ഇവരുടെ എല്ലാം മുന്നിൽ നിരത്തി വെക്കണം. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പരസ്പരം നല്ല സ്നേഹത്തോടെ ജീവിച്ച രണ്ടുപേരെയാ നീ ഇപ്പൊ അകറ്റുന്നത്. അതെ, ഞാൻ തന്നെ അത് ചെയ്തത്. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പലതും ചെയ്യാൻ കഴിയും. അത് നിന്റെ തോന്നല് മാത്ര. അച്ഛൻ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ, ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ. അതിനപ്പുറത്തേക്ക് അച്ഛൻ അനങ്ങില്ല. അച്ഛൻ്റെ അടുത്ത് പോയി നിനക്ക് വേണമെങ്കിൽ അതിനുവേണ്ടി ഒരു പരിശ്രമമൊക്കെ ആവാം. പക്ഷേ അദ്ദേഹം നിന്നെ ആ മുറിയിൽ നിന്ന് ആട്ടി പുറത്താക്കും. എന്നോടേ അച്ഛനിപ്പോ അത്രയ്ക്ക് ഇഷ്ടാ. ധനുഷേ, എന്റെ കുറവും പറഞ്ഞോണ്ട് നിനക്കിപ്പോ അച്ഛന്റെ മുന്നിൽ ചെല്ലാനേ പറ്റില്ല. അച്ഛൻ ഇപ്പൊ നിന്റെ കയ്യിലായിരിക്കും. പക്ഷെ ഒന്നോർത്തോ, ഒരു ദിവസം അന്നിതെല്ലാം പൊളിയും. അന്ന് ഞാൻ പറയുന്നതിന് അദ്ദേഹം ചെവി കൊടുക്കും. നിന്നെ ഇവിടുന്ന് പുറത്താക്കുകയും ചെയ്യും. നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്നെ ഇവിടുന്ന് പുറത്താക്കണോ? അതോ സ്നേഹയോടൊപ്പമുള്ള ഒരു സന്തോഷകരമായ ജീവിതം വേണം? അല്ല, നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ അച്ഛന്റെ മുമ്പിൽ ചെന്നതൊക്കെ പറയാം. പക്ഷെ നിന്റെ ഇവിടുത്തെ ജീവിതം അതോടുകൂടി അവസാനിക്കും. എന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ നീയാ. ഇപ്പം നിനക്കൊരു സമാധാനമായൊരു ജീവിതമുണ്ട്. അത് ഞാൻ നിനക്ക് അനുവദിച്ചു തന്നതാ, ഒരു പരസ്പര ധാരണയുടെ പേരില്. അത് നീ തെറ്റിച്ച പിന്നെ സ്നേഹയോടൊപ്പമുള്ളൊരു ജീവിതം അത് നിനക്കുണ്ടാവില്ല. നീ സ്നേഹയോടൊപ്പം സന്തോഷമായിട്ടിരിക്കേ. ഇവിടുത്തെ കാര്യങ്ങളെ അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇന്നത്തോടെ നിനക്കെല്ലാം നഷ്ടപ്പെടും. അതോർത്താ നിനക്ക് നല്ലത്.